കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയമെന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ. ഈ വചനം കേട്ട് അവളേറെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ, നീ ഭയപ്പെടേണ്ട. ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് 6-ാം മാസമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്ന് മറഞ്ഞു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. യേശു മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വീണ്ടും നമ്മുടെയൊക്കെ മുമ്പിലേക്ക് മറ്റൊരു വ്യക്തിത്വത്തെ പ്രധാനമായിട്ട് പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മ. ഈശോയുടെ മനുഷ്യാവതാരത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ എപ്രകാരമാണ് ഒരുങ്ങിയത്, തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി എപ്രകാരമാണ് സമർപ്പിച്ചത് എന്നുള്ളത് കൃത്യമായിട്ടും സുവിശേഷത്തിൽ കാണാൻ പറ്റും. നമ്മൾ വായിച്ചു കേട്ട സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചന ഭാഗങ്ങളാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വായനകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ യൗസേ പിതാവ് എപ്രകാരമാണ് ഈ ഒരു വലിയ തിരുപ്പിറവിക്കായിട്ട് അല്ലെങ്കിൽ വചനം മാംസമാകുവാനായിട്ട് ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്നത്. സക്കറിയായും എലിസബത്തും സ്നാപക യോഹന്നാനൊക്കെ എപ്രകാരമാണ് ദൈവത്തിൻ്റെ ഈ പദ്ധതിയോട് ചേർന്ന് നിന്നത് എന്ന് കാണാൻ പറ്റും. ഇന്ന് സുവിശേഷത്തിലെ നമ്മുടെ മുമ്പിൽ വെച്ച് നീട്ടുന്ന പ്രധാന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് പരിശുദ്ധ അമ്മയാണ്. എപ്രകാരമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഈ തിരുപ്പിറവിക്കായിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ തിരുക്കുമാരനെ ലോകത്തിലേക്ക് നൽകുന്നതിന് വേണ്ടി ഒരുങ്ങിയതെന്ന് കാണാൻ പറ്റും. ഇവിടെ സുവിശേഷത്തിൻ്റെ ആദ്യ പകുതി നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരിയേറെ ക്ലാരിറ്റി നമുക്കുണ്ട്, ഒത്തിരി വ്യക്തത നമുക്കുണ്ട്. വായിച്ചു കേട്ട സുവിശേഷം നോക്കിക്കഴിഞ്ഞാൽ 6-ാം മാസം ഗബ്രിയേൽ ദൈവദൂതൻ ഗലീലയിൽ നസ്രത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്നു പേരുള്ള പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യകയുടെ അടുത്തേക്ക്. ഓരോ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് 2-ാം ഭാഗത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ അവിടെ ഒത്തിരി അവ്യക്തതകൾ നിലനിൽക്കുകയാണ്. കന്യക ഗർഭം ധരിക്കുന്നു, പുത്രനെ പ്രസവിക്കുന്നു, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടുന്നു. ഒത്തിരി കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അതിനൊരു വലിയ ക്ലാരിറ്റി, ആദ്യത്തെ പോലെ ഒരു വലിയ ക്ലാരിറ്റി ഇല്ല, അവ്യക്തതയില്ല. പക്ഷേ ഈ അവ്യക്തതകൾ മുഴുവനും തൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ദൈവിക പദ്ധതിക്ക് വേണ്ടി സമർപ്പിക്കുന്ന ആ പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും. വിശ്വാസത്തോടെ ഈ അവ്യക്തതകളെ നേരിട്ട ഒരു ജീവിത മാതൃകയാണ് പരിശുദ്ധ അമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കും. വീണ്ടും നമ്മൾ കാണുന്നത് ദൈവിക സന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം മാലാഖ അറിയിക്കുകയാണ്. തൻ്റെ ജീവിതകാലത്ത് ഏറ്റവും വിശുദ്ധിയോടുകൂടെ ജീവിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തിയ പരിശുദ്ധ അമ്മയോട് ഗബ്രിയേൽ ദൂതൻ പറയുന്ന ആദ്യത്തെ കാര്യമാണ്, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവത്തിൻ്റെ കൃപയ്ക്ക് അത്രമാത്രം പ്രീതികരമാകുന്ന രീതിയിൽ തൻ്റെ ജീവിതത്തെ കാഴ്ചയായി സമർപ്പിച്ച പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും. സമർപ്പണ ജീവിതത്തിൻ്റെ ഒരു ഏറ്റവും ഉദാത്തമായ ഒരു മാതൃക പരിശുദ്ധ അമ്മയിൽ കാണാൻ പറ്റും.
കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ കൂടുതൽ പഠിച്ച കുറേ കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടിയ സമയത്ത് പൗരോഹിത്യത്തെക്കുറിച്ചുള്ള വലിയ കാര്യമായ അറിവുകളൊന്നും ഇല്ലാതിരുന്ന കുറേ കൂട്ടുകാർ ചോദിച്ചു, എന്തു പറ്റി കല്യാണം ഒന്നും കഴിക്കാഞ്ഞ്, എന്തു പറ്റിയ കല്യാണം ഒന്നും കഴിക്കാഞ്ഞ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞങ്ങളെ സമർപ്പണ ജീവിതത്തിലാകുമ്പോൾ വിവാഹ ജീവിതമില്ല, ക്രിസ്തുവിന് വേണ്ടി പൂർണ്ണമായി സമർപ്പിച്ചവരാണ്. ഉടനെ ആ കൂട്ടുകാരൻ്റെ അടുത്ത ചോദ്യമായിരുന്നു, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ? ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമോ? അവർ ചോദിച്ചു. കാരണം ഒരു സമർപ്പണ ജീവിതത്തെ പലപ്പോഴും മാനുഷികമായ കണ്ണുകൾ കൊണ്ട് കാണുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഒത്തിരിയേറെ അവ്യക്തതകളുണ്ട്. അവ്യക്തതകളുടെ നടുവിലും പൂർണ്ണമായി ദൈവിക പദ്ധതിയുടെ മുമ്പിൽ പൂർണ്ണമായി സമർപ്പിക്കാൻ സാധിക്കുമ്പോഴാണ്, നമ്മുടെ വിശ്വാസത്തോടെ നമ്മുടെ ആ അവ്യക്തതകളെ നേരിടാൻ തുടങ്ങുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് വരുത്തുവാനും മറ്റുള്ളവരുടെ ജീവിതങ്ങളിലേക്ക് വലിയ ദൈവകൃപ എത്തിക്കുവാനും നമുക്ക് സാധിക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതം അപ്രകാരം പരിപൂർണ സമർപ്പണത്തോടുകൂടെ ദൈവിക പദ്ധതിയോട് ചേർന്ന് നിന്നത് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും പരിശുദ്ധ അമ്മ ചോദിക്കുന്ന ചോദ്യമാണ്, ഇതൊക്കെ എങ്ങനെ സാധിക്കും? അവിടെ ദൈവദൂതൻ തരുന്ന ഒരു വലിയ ഉറപ്പ്, പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും. അവിടുന്ന് നീ മുതൽ ദൈവം നിന്നിൽ പ്രവർത്തിക്കും. അതിന് നീ തയ്യാറാണോ എന്നുള്ള കാര്യമാണ് ദൈവദൂതൻ പരിശുദ്ധ അമ്മയോട് ചോദിക്കും. പ്രിയപ്പെട്ടവരെ, തിരുപ്പിറവിക്കായിട്ട് ഒരുങ്ങുന്ന ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാവുന്നൊരു കാര്യമാണ്. നമ്മുടെ മുമ്പിൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടില്ലെങ്കിലും ദൈവം നമ്മളോട് ഓരോ നിമിഷവും നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഞാൻ നിന്നിലൂടെ പ്രവർത്തിക്കാൻ നീ എന്നെ അനുവദിക്കുമോ? ഈ ഒരു വലിയ ചോദ്യം നമ്മളോട് ചോദിക്കുമ്പോൾ അതിന് എന്ത് പ്രത്യുത്തരമാണ് നമ്മൾ നൽകുക? ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുവാനായിട്ട് നമ്മുടെ ജീവിതങ്ങളെ പൂർണ്ണമായി നമ്മൾ വിട്ടുകൊടുക്കാറുണ്ടോ? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാൻ സാധിക്കുമോ, ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണം, നിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിൻ്റെ പ്രേരണകൾക്കനുസരിച്ച് എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഞാനിതാ എന്നെ തന്നെ വിട്ടു തന്നിരിക്കുന്നു. അപ്രകാരം നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ ദൈവദൂതൻ നമ്മുടെ മുമ്പിലും പ്രത്യക്ഷപ്പെട്ട് പറയും, ദൈവകൃപ നിറഞ്ഞവനെ, ദൈവകൃപ നിറഞ്ഞവളെ, നിനക്ക് സ്തുതി. വീണ്ടും പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധ അമ്മ നടത്തുന്ന ഏറ്റവും വലിയ ഒരു സമ്പൂർണ്ണ സമർപ്പണം കാണാൻ സാധിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി. നമ്മൾ വായിച്ചു കേട്ട ഇന്നലത്തെ സുവിശേഷത്തിൽ സക്കറിയായുടെ അടുത്ത് ഗബ്രിയേൽ ദൈവദൂതൻ വന്ന് പറഞ്ഞു, എലിസബത്തിൽ നിനക്കൊരു പുത്രനെ ലഭിക്കും. ഉടനെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ സാധിക്കാതെ, അതുകൊണ്ട് സക്കറിയ പറയുന്ന കാര്യമാണ്, എനിക്ക് പ്രായമായി, എൻ്റെ കഴിവുകളൊക്കെ നശിച്ചു, എൻ്റെ ഭാര്യയ്ക്കും പ്രായമായി, ഇതൊക്കെ നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് അവിശ്വാസിയായിട്ട് ഈ ദൈവത്തിൻ്റെ ആ ഒരു വലിയ ദൂത് സ്വീകരിക്കുന്ന സക്കറിയായെ കാണാൻ പറ്റും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ദൈവദൂതൻ അരുളി ചെയ്ത കാര്യങ്ങൾ വിശ്വാസത്താൽ ഏറ്റെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അപ്രകാരം ദൈവത്തിൻ്റെ ആ ഒരു വലിയ സന്ദേശത്തെ സ്വീകരിക്കാൻ തയ്യാറായ പരിശുദ്ധ അമ്മ. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ദൂതൻ കൊടുത്ത ആ ഒരു വലിയ സന്ദേശം അത്ര നല്ല സുഖമുള്ള ഒരു അറിയിപ്പൊന്നുമായിരുന്നില്ല. നമ്മൾ മംഗളവാർത്ത എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതൊരു അമംഗളമായ ഒരു വാർത്ത തന്നെയായിരുന്നു. തൻ്റെ ജീവിതത്തിലേക്ക് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇനി എങ്ങനെയായിരിക്കും എൻ്റെ ജീവിതം മുന്നോട്ട് പോകുക എന്നുള്ള കാര്യങ്ങളൊക്കെ അതേക്കുറിച്ച് ഒത്തിരിയേറെ ആകുലതകളുണ്ട്. പക്ഷേ അവിടെയൊക്കെ ദൈവം എന്നെ നടത്തുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന പരിശുദ്ധ അമ്മയെ കാണാൻ പറ്റും. അവിടെ വീണ്ടും നമ്മൾ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ആ വലിയ അരുളപ്പാടുണ്ടാകുമ്പോൾ ഈ സഹനങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയെ നമ്മൾ ഒരിക്കലും കാണുന്നില്ല. ഞാൻ ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമായി ഞാൻ ദൈവത്തിന് സമർപ്പിച്ചു, എൻ്റെ സഹനങ്ങൾ ഇനിയൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നല്ല, മറിച്ച് ദൈവം എന്താണോ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നത്, ദൈവം എന്നിലൂടെ എന്താണോ അഭിലഷിക്കുന്നത്, അത് എൻ്റെ ജീവിതത്തിൽ നിറവേറുവാൻ എന്നെ ഒരുക്കണമേ എന്നായിരുന്നു പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന. നമുക്കറിയാം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഓരോ സാഹചര്യത്തിലും എന്തുമാത്രം കഷ്ടതകളും ദുരിതങ്ങളും വേദനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ അടിപതരാതെ എന്നെ
അനുഗ്രഹിച്ച് നയിക്കുന്ന ദൈവം എന്നെ ഒരിക്കലും കൈവിടത്തില്ലെന്ന് പൂർണ്ണമായ വിശ്വാസം പരിശുദ്ധ അമ്മയെ സഹനങ്ങളുടെ നടുവിലും പിടിച്ചു നിൽക്കാനായിട്ട് സഹായിച്ചു. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസിനായിട്ട് നമ്മൾ ഒരുങ്ങുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പുൽക്കൂടുണ്ടാക്കി ഉണ്ണീശോയെ അവിടെ പ്രതിഷ്ഠിക്കുക മാത്രമല്ല, ഈ ഒരു വലിയ തിരുനാളിന് വേണ്ടി ലോകം മുഴുവനും സന്തോഷിക്കുന്ന ഈശോയുടെ തിരുപ്പിറവിക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങുമ്പോൾ ആത്മീയമായ ഈ ഒരു ബോധ്യം നമുക്കില്ലാതെ തിരുപ്പിറവിയെ സമീപിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും തിരുപ്പിറവി ഒരു വലിയ ആഘോഷം മാത്രമായിട്ട് വരും, ഒരു ഭൗതികമായ ഒരാഘോഷമായിട്ട് മാറും. ആത്മീയമായ ഒരുക്കം ആവശ്യമാണ്, സമർപ്പണം ആവശ്യമാണ്. ദൈവിക പദ്ധതിയോട് ചേർന്ന് ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് സംഭവിക്കുന്നതെല്ലാം, ദൈവം നൽകുന്നതെല്ലാം നമ്മുടെ നല്ലതിനാണ്, ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യത്തോടെ ആ ദൈവിക പദ്ധതികളെ സ്വീകരിക്കാനായിട്ടുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ പരിശുദ്ധ കുർബാനയിൽ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.